നമസ്കാരം. റേക്കിയുടെ ഏഴാമത്തെ പോയിൻ്റാണ് ലങ്സ്. ശ്വാസകോശങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം പ്രാണൻ, ജീവവായു ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ശ്വാസകോശത്തിലെ അറകളിലാണ്. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ റേക്കി ഇൻവോക്ക് ചെയ്യുകയും ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ, റേക്കി ഫോർ ബീങ് ഹിയർ, മൈസെൽഫ് ഫോർ ബീങ് ഹിയർ എന്ന് പറഞ്ഞ് റേക്കി ചെയ്തു വരുമ്പോൾ ശ്വാസകോശത്തിൽ ഇങ്ങനെ കൈവയ്ക്കുകയും കണ്ണടച്ച് ധ്യാനോന്മുഖമായിക്കൊണ്ട് ശ്വാസത്തെ വലിച്ചെടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ വായു മാത്രമല്ല ശ്വസിക്കുന്നത്, വായുവിന് പ്രാണനെ വഹിക്കാനുള്ള ഒരു വാതയാനം, ഒരു ഉപാധി, വാഹനമാണ് ഈ പ്രപഞ്ചവായു എന്ന് മനസ്സിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ശ്വാസം വലിച്ചെടുക്കുന്നു. ഡീപ്പായി ശ്വാസം വലിച്ചെടുക്കുന്നു, ശ്വാസം പുറത്തു വിടുന്നു. ആ സമയത്ത് നമ്മൾ ശരീരത്തിലെ ലങ്സിൻ്റെ ടിപ്സിലേക്ക് റേക്കിയെ നിബന്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് അതെല്ലാം ഇങ്ങനെ പ്രൊളാപ്സ് ചെയ്തിങ്ങനെ വികസിച്ച് വരും. ആൽവിയോളുകളിങ്ങനെ വികസിച്ച് വന്ന് ജീവശ്വാസം ഈ ലങ്സിൽ നിറയും, പ്രാണൻ നിറയും. അത് രക്തത്തിലേക്ക് വളരെ ദ്രുതഗതിയിൽ പരന്നൊഴുകുകയും ശരീരം ആകമാനം ഒരു റേഡിയൻ വൈബ്രൻ്റ് അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ധൃതി പിടിച്ച് ശ്വാസം എടുക്കരുത്. നമ്മൾ മുയലിനെ പോലെ ശ്വാസം എടുക്കരുത്. മുയൽ വേഗത്തിലാണ് ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ആയുർദൈർഘ്യം കുറഞ്ഞ ജീവിയായിട്ട് വരുന്നത്. അതേസമയം ആമ ഒരു ശ്വാസം ഒക്കെ എടുത്തിട്ട് ഒരു ദിവസം കഴിച്ചു കൂട്ടും. കാരണം വളരെ വേഗത കുറഞ്ഞ ശ്വാസന പ്രക്രിയയാണ് ആമ ചെയ്യുന്നത്. മുയലാകട്ടെ വേഗത്തിലും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദ്രുതഗതിയിലുള്ള ശ്വാസം എടുക്കുന്നത് നമുക്ക് ആയുർദൈർഘ്യം കുറയ്ക്കുമെന്ന് ഉള്ള ഒരു പഠനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ കണ്ണുകൾ അടച്ച് റേക്കിയോട് കൂടി ഇരുന്നിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുന്നു, സാവകാശം പുറത്തേക്ക് വിടുന്നു ശ്വാസം. ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ പിൻഭാഗത്ത്, തലയുടെ പിൻഭാഗത്തുള്ള ഈ ആജ്ഞാചക്രത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അതിനെ പിടരിക്കണ്ണെന്നാണ് പറയുന്നത്, അതിങ്ങനെ ഓപ്പണാവും. പുറകിൽ ബാക്ക് ഹെഡ് ഓപ്പണാവും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് നമുക്കൊരു നട്ടലിൻ്റെ പിൻഭാഗത്തായിട്ട് മുൻഭാഗത്തുമായിട്ടും രണ്ട് കോഡുകളുണ്ട്. ആ കോഡുകളെ ഫങ്ഷണൽ കോഡെന്നും ഗവേണൽ കോഡും എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ഗവേണൽ കോഡ് നട്ടലിൻ്റെ കീഴറ്റത്ത് നിന്ന് പിൻഭാഗത്തോടു കൂടി വന്ന് ഈ ബാക്ക് ഒസിഫിറ്റൽ ലോബിലുള്ള പിടരിക്കണ്ണ എന്ന് പറയുന്ന മർമ്മകേന്ദ്രത്തിലാണ് വരുന്നത്. അതുപോലെ ഫങ്ഷണൽ കോഡ് മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് വന്ന് താടയൽ വഴി ഈ കീഴ്ചുണ്ട് വഴി പിന്നെ മേൽച്ചുണ്ട് വഴി ഈ ടിപ്സ്, മൂക്കിൻ്റെ ടിപ്സ് വന്ന് അങ്ങനെ ഇതിങ്ങനെ ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈനായിട്ടുള്ള എനർജിയും ഭൗമികമായിട്ടുള്ള എനർജിയും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി, ഭൂമിയിൽ നിന്നുള്ള എനർജിയും സൗരപ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജിയും കൂടി സമ്മേളിക്കുന്നു. അപ്പോൾ ശ്വാസം നമ്മളെ ലങ്സിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പിടരിക്കണ്ണും കൂടിയിലൂടെ പ്രാണനെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു എന്നാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ നമ്മളുടെ നാവിൽ പാലറ്റിലേക്കും മുകളിലേക്കും മടക്കി വയ്ക്കുമ്പോൾ ആണ് അമൃതകല ഒഴുകി വരുന്നത്. അത് മുന്നേറി ചേരുന്നു. അപ്പം നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലുള്ള എനർജിയും ജീവശക്തിയും വൈറ്റൽ ഫോഴ്സും ഭൂമിയിൽ നിന്നുള്ള ഊർജവും സൗരമണ്ഡലത്തിൽ നിന്നുള്ള ഊർജവും കൂടി ഈ ഉമിനീരിൽ കലരും. സങ്കല്പിക്കും. മെല്ലെ അതിനെ വിഴുങ്ങുക എന്നുള്ളതാണ്. ഒരു ശ്വാസം എടുത്തതിന് ശേഷം പിന്നെ 2-3 ശ്വാസം സാവകാശം എടുത്തതിന് ശേഷം ഈ ഉമിനീര് നമ്മളിൽ വന്ന് നിറയുമ്പോൾ ഈ പവർ ഇങ്ങനെ നമ്മൾ വിഴുങ്ങുക. അങ്ങനെ അത് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും നിറയും. അതുവഴി എല്ലാ രോഗങ്ങളും സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഏഴാമത്തെ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലങ്സ്. റേക്കി
അങ്ങനെ നിങ്ങൾ നിശബ്ദമായതയോടുകൂടി ശ്വാസന പ്രക്രിയയോടുകൂടി റേക്കി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിക്കൽ ഇൽനെസ് അതുപോലെ മാനസിക വിശ്രാന്തി, ബോഡി മൈൻഡ് സോൾ ഇക്വിലിബ്രിയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ലങ്സിന് റേക്കി ഈ രീതിയിൽ ധ്യാനത്തിലൂടെ ശ്വസിച്ച് റേക്കി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.